നമസ്കാരം. ജൂലൈയിൽ ആരംഭിച്ച വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ ട്രയൽ റൺ പൂർത്തിയായി. കഴിഞ്ഞ ദിവസം മുതൽ ഔദ്യോഗികമായി ഓപ്പറേഷണൽ തുറമുഖമായത്. 70-ലധികം കപ്പലുകൾ ഇതിനകം തന്നെ ചരക്കുമായി ഈ തുറമുഖത്തെത്തി. 1.5 ലക്ഷത്തോളം കണ്ടെയ്നറുകളിലായി എത്തിയ ചരക്ക് കൈകാര്യം ചെയ്തു. വർഷം 10 ലക്ഷം കണ്ടെയ്നറുകൾ ഈ തുറമുഖം വഴി കൈകാര്യം ചെയ്യാനാകും. 2028 മുതൽ അടുത്ത ഘട്ടം പൂർത്തീകരിക്കുന്നതോടെ കണ്ടെയ്നർ കൈകാര്യ ശേഷി വർഷം 30 ലക്ഷമാകും. 2034 വരെ GST മാത്രമാകും സംസ്ഥാനത്തിന് ലഭിക്കുക. GST ആയി ഇതുവരെ 16.5 കോടി ലഭിച്ചു. ഇതിൽ പകുതി കേരളത്തിന് കിട്ടും. ജനുവരി ആദ്യമായിരിക്കും തുറമുഖത്തിന്റെ കമ്മീഷനിങ്. 2034 മുതൽ വരുമാന വിഹിതം കൂടി ലഭിച്ചു തുടങ്ങും. തുറമുഖ നിർമ്മാണത്തിനായി അദാനി ഗ്രൂപ്പിന് സംസ്ഥാന സർക്കാർ 1600 കോടി രൂപയാണ് നൽകുന്നത്. തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്ന ചെന്നൈ IIT-യുടെ ഇൻഡിപെൻഡന്റ് എഞ്ചിനീയർമാരുടെ സംഘം പുനർനിർമ്മാണം പൂർത്തിയാക്കിയെന്നുള്ള സർട്ടിഫിക്കറ്റ് നൽകും. പുറത്തുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇനിയും പൂർത്തിയാക്കാനുണ്ട്. ഇത് പ്രകാരം പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ഓഫ് കംപ്ലീറ്റ് ആണ് ഇപ്പോൾ ലഭിക്കുക. പണികൾ തീർക്കാൻ 3 മാസം കൂടി സമയം അനുവദിച്ചിട്ടുണ്ട്. വലിയ കപ്പലുകൾ ചരക്കെത്തിച്ച് ചെറിയ കപ്പലുകൾ മറ്റിടങ്ങളിൽ എത്തിക്കുന്ന ട്രാൻസ്ഷിപ്മെന്റ് ഔദ്യോഗികമായി എത്തിയിരിക്കുകയാണ്. ജെറ്റ് സർവീസ് വിഭാഗത്തിൽ അംഗത്വം ലഭിക്കുന്ന രാജ്യത്തെ ഏക തുറമുഖമാണ് വിഴിഞ്ഞം. ലോകത്തെ മുൻനിര കപ്പൽ കമ്പനിയായ MSC തങ്ങളുടെ അടുത്ത വർഷത്തെ ഷെഡ്യൂളിൽ 2 പ്രധാന സർവീസുകളും വിഴിഞ്ഞത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടെ ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് കപ്പലായ MSCയുടെ ഐറീനയും കേരളത്തിലെത്തും. പദ്ധതിക്ക് ചെലവ് വരുന്ന 8,867 കോടി രൂപയിൽ നിന്നും 5,595 കോടിയാണ് സംസ്ഥാന സർക്കാർ മുടക്കേണ്ടത്. ഇതിൽ 2,159 കോടി സംസ്ഥാനം ചെലവഴിച്ചു കഴിഞ്ഞു. 1 രൂപ പോലും മുടക്കാൻ കേന്ദ്രം ഇതുവരെയും തയ്യാറായിട്ടില്ല. വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് നൽകുന്ന ധനസഹായം കേരളം തിരിച്ചടച്ചേ മതിയാകൂ എന്ന നിലപാടിലാണ് കേന്ദ്ര സർക്കാർ. വയബിലിറ്റി ഗ്യാപ് ഫണ്ട് ദീർഘകാല വായ്പയായി പരിഗണിക്കരുതെന്ന് സംസ്ഥാന സർക്കാർ കേന്ദ്ര ധനമന്ത്രാലയം അംഗീകരിച്ചിട്ടില്ല. VGF തിരിച്ചടവ് സംസ്ഥാന സർക്കാരിന് വൻ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കും. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ സ്വകാര്യ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി നൽകുന്ന കേന്ദ്ര സഹായമാണ് VGF അഥവാ വയബിലിറ്റി ഗ്യാപ് ഫണ്ട്. ധനസഹായം എന്ന നിലയിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിക്ക് കേന്ദ്രം അനുവദിക്കേണ്ട VGF 817.80 കോടി രൂപയാണ്. ഇത് അനുവദിക്കണമെങ്കിൽ ഭാവിയിൽ തുറമുഖം ലാഭത്തിലാകുമ്പോഴുള്ള മൂല്യം കണക്കാക്കി തുക തിരിച്ചടയ്ക്കണമെന്നാണ് കേന്ദ്രം കേരളത്തോട് ആവശ്യപ്പെടുന്നത്. തൂത്തുക്കുടി അടക്കം തുറമുഖങ്ങൾക്ക് ഈ ധനസഹായം അനുവദിച്ച കേന്ദ്ര സർക്കാർ കേരളത്തോട് മാത്രം വിവേചനം കാണിക്കുന്നത് സാഹചര്യമാണ് നിലവിലുള്ളത്. 817 കോടി രൂപ പലിശ സഹിതം തിരിച്ചടയ്ക്കുമ്പോൾ 12,000 കോടിയോളം വരും. വർഷങ്ങൾക്കു ശേഷം മാത്രം വരുമാനം കിട്ടിത്തുടങ്ങുന്ന പദ്ധതിക്ക് ഇത് വലിയ ബാധ്യത തന്നെയാകും. ഭാവിയിൽ GSTക്ക് പുറമെ വിഴിഞ്ഞത്തു നിന്നും സംസ്ഥാനത്തിന് ലഭിക്കാവുന്ന ലാഭം ഇതുവഴി സ്വന്തമാവുക എന്നതാണ്, അതായത് സ്വന്തമാക്കി എടുക്കുക എന്നതാണ് കേന്ദ്രം ഇതിലൂടെ തന്ത്രം മെനയുന്നത്. ഇതാണ് VGF കാര്യത്തിലെ പ്രതികൂല നിലപാടിന് പിന്നിലെന്നും വിലയിരുത്തപ്പെടുന്നു.